നമ്മളെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ എംബ്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യൽ. നമ്മളെ കമ്പനിയുടെ എംബ്രിക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും അത് ഉപയോഗിച്ച് വീടുകൾ എങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നമ്മളെ ചാനലിൽ കൂടുതൽ ചെയ്യൽ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഘട്ടത്തിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ എംബ്രിക്കുമായി ബന്ധപ്പെട്ടിട്ട് പല കസ്റ്റമേഴ്സിനുമുള്ള സംശയം, ഏത് തരത്തിലുള്ള എംബ്രിക്കാണ് വാങ്ങേണ്ടത്. പിന്നെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് എംബ്രിക്ക് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കാറുള്ളത്, എംബ്രിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്നുള്ള നിലക്ക്, എംബ്രിക്ക് ഏത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാലും തൽക്കാലം അതൊരു ബ്രിക്സായി മാറും. പക്ഷേ ആ ബ്രിക്സ് എംബ്രിക്കായി മാറി അത് ദീർഘകാലം അതിൻ്റെ ക്വാളിറ്റി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്ന്, ലാറ്ററൈറ്റ് മണ്ണ് ഉപയോഗിച്ചിട്ട്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ലാറ്ററൈറ്റ് മണ്ണ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന എംബ്രിക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് തന്നെ കല്ല് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ എംബ്രിക്കിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കാതിരിക്കുള്ളൂ. അതുപോലെ സിമെന്റും ഈ ലാറ്ററൈറ്റ് മണ്ണും തമ്മിൽ മാത്രമേ ബോണ്ടിങ് ആവുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് എംബ്രിക്ക് ഏറ്റവും കരുത്തുള്ളതും നല്ല തണുപ്പുള്ളതും ദീർഘകാലം യാതൊരു തരത്തിലുമുള്ള ഡാമേജ് ഇല്ലാത്തതുമായിട്ടുള്ള എംബ്രിക്ക് ആകുകയുള്ളൂ. അതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നമ്മളെ കമ്പനിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ലാറ്ററൈറ്റ് മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള മണ്ണുകൊണ്ടാണ് നമ്മൾ എംബ്രിക്ക് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലെ മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എംബ്രിക്ക് ഉപയോഗിച്ചുള്ള വീടിൻ്റെ ആദ്യഘട്ടത്തെ വർക്ക്, അതുപോലെ മനോഹരമായി നമ്മളെ കമ്പനി പൂർത്തിയാക്കിയിട്ടുള്ള വീടിൻ്റെ വീഡിയോസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാ ആളുകളും തുടർന്ന് ഈ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി എംബ്രിക്ക് കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിലും അതുപോലെ തന്നെ എംബ്രിക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള എംബ്രിക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലാറ്ററൈറ്റ് മണ്ണ് തന്നെ നിർബന്ധമാണ്. അതല്ലാതെ ഏതെങ്കിലും മണ്ണ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് ക്വാളിറ്റി ഉള്ള എംബ്രിക്ക് ആവില്ല. അപ്പോൾ നമ്മളെ കമ്പനി ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ലാറ്ററൈറ്റ് മണ്ണ് ഉപയോഗിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള മണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായതും 2 വർഷക്കാലമായിട്ട് ഒരുപാട് വീടുകളും അതുപോലെ തന്നെ ഹോട്ടൽ, റിസോർട്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നമ്മൾ ഈ ബ്രിക്സ് വെച്ചിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ നെഗറ്റീവോ ഇതുവരെ ഒരു ഭാഗത്തുനിന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളെ കമ്പനീൻ്റെ എംബ്രിക്കിൻ്റെ ക്വാളിറ്റി, എന്തുകൊണ്ടാണ് എംബ്രിക്കിൻ്റെ ക്വാളിറ്റി ഏത് ബിൽഡിങ്ങും അതുപോലെ തന്നെ ലോഡ് ബെയറിങ്ങിൽ ഏത് വീടും വെക്കാം എന്നുള്ളത് പറയാനുള്ള കാരണം എന്നുള്ളത്, നമ്മളെ ബ്രിക്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ലാറ്ററൈറ്റ് ചേർന്ന മണ്ണ് ഇപ്പം നമ്മൾ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾ കണ്ടു. ആ മണ്ണ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ എംബ്രിക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ മണ്ണ് ക്വാളിറ്റി ഉള്ള ലാറ്ററൈറ്റ് ആയിട്ടുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു 1200ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. ഈ വീടിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, പടവിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കമ്പനി തന്നെയാണ് നേരിട്ട് ഇതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പടവെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അത് പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ള വീടല്ല, ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്ക് തീർന്നതിന് ശേഷം പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ എടുത്ത വർക്കാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രൂ എല്ലാം ഇങ്ങനെ ചാലിട്ട് പടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ പടുത്ത് ഇത് പോളിഷ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുഴുവൻ വർക്കും കഴിഞ്ഞ 2-3 വീടിൻ്റെ വീഡിയോ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ വീടിൻ്റെ വർക്ക് നടക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചു. പടവ് എങ്ങനെ വൃത്തിയായി പടവ് ചെയ്താൽ എങ്ങനെയാണിത് പോളിഷ് ചെയ്യുമ്പോൾ വരിക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് അതുപോലെ മനോഹരമായി പടുത്ത് പ്ലാസ്റ്ററിങ് ചെയ്യാതെ യുണീക്കായിട്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള, നമ്മളെ ബ്രിക്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വീടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല തണുപ്പും നല്ലൊരു സാഹചര്യമാണ്. കാണുന്ന ആളുകൾക്കും നല്ല സ്റ്റൈലായിട്ട് എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഒരു സാഹചര്യത്തിലുള്ള വീടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് നമ്മൾ
പിന്നെ നിർമ്മിച്ചതാണ്. നമ്മൾ ബ്രിക്സ് ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ച വീട്. വീടിന്റെ അപ്സ്റ്റെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കനം കുറഞ്ഞ രീതിയിൽ എന്നാൽ തണുപ്പ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുമോ, ബ്രിക്സ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പല ആളുകൾ കസ്റ്റമേഴ്സ് നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വീടുകൾ നമ്മൾ ബ്രിക്സ് ഉപയോഗിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വീടാണ് ഇത്. 6 ഇഞ്ച് കനത്തിൽ 8 ഇഞ്ച് ഹൈറ്റിലാണ് ഇത് പടുത്തുകൊണ്ടിരിക്കുന്നത്. മേലെ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടും നമ്മളെ ബ്രിക്സ് ഉപയോഗിച്ച് അപ്സ്റ്റെയർ വർക്കുകളും ചെയ്യാവുന്ന. അപ്പോൾ വീട് മാത്രമല്ല, നമ്മൾ പിന്നെ ഇതുപോലത്തെ യൂണീക്കായിട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ, പിന്നെ ഇതുപോലെ ഹോട്ടല്, ഇതിപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ പിന്നെ ഒരു സംരംഭമാണ്. നല്ല അടിപൊളി ജ്യൂസും ചായയും സാൻഡ്വിച്ചൊക്കെ മാത്രമല്ല, നമ്മളെ കല്ലും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതും കൂടി നമ്മളെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നുള്ളത്. ഇത് നെജു നമ്മളെ കോഫീസ് അറിയുന്ന സ്ഥാപനം നടത്തുന്ന നമ്മളെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളെ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മളെ പിന്നെ ചാനൽ നമ്മളെ ആളുകളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട്. കല്ലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. എന്താ വെച്ചാൽ ഒരു മാരക ഒരു ഫീല് നിങ്ങൾ കാണില്ലല്ലോ. പ്രത്യേകിച്ച് ഇവിടെ ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ കൂടുതൽ ആളുകളും ഈ ഒരു കല്ലിന്റെ ഷോയും കൂടിയും കണ്ടിട്ട് ഇവിടെ കൂടുതൽ ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഈ കല്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഞങ്ങളിത് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായത്. എന്താ വെച്ചാല് ഇത് കണ്ടില്ല, ഇതിപ്പോ ഞങ്ങൾ തേച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് അതിന് ജസ്റ്റ് ഒരു പെയിന്റ് ചെയ്തിട്ടുള്ളൂ, അതിന് മേലെ പെയിന്റ് ചെയ്തൊന്ന് ചെയ്തിട്ടുള്ളൂ. അടിപൊളി മാരക ഒരു വൈബ് നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ തേപ്പ് കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട, ഒരുപാട് ലാഭം ഇതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിനി ഭാവിയിൽ വീടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു എമൗണ്ട്, അതിനുപരി ഇതിന്റെ അകത്ത് ചൂട് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതാണ് നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ള ഒരു ബെനിഫിറ്റ്. ഉള്ളിലിരിക്കാനൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ തന്നെ ഫീൽ, ഇവിടെ വരുന്ന ആളുകളൊക്കെ ആ ഒരു ഇത് നമ്മോട് പിന്നെ പറയുന്നുണ്ട്. ഉള്ളിലിരിക്കാനൊക്കെ അടിപൊളി ഫീലാണ്. പിന്നെ ഭംഗി അത് മാരകാണ്, അത് കണ്ടറിയാലോ. ആയിക്കോട്ടെ, അടിപൊളി. നമ്മളിതില് സംതൃപ്തനാണ്. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ചായക്കടന്റെ മുതലാളിനെ ആയതുകൊണ്ട് ചായ നമ്മൾ വാങ്ങിക്കൊടുത്ത് അറിയിപ്പിച്ചല്ല, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് നമ്മുടെ സുഹൃത്തിന്റെ. അപ്പൊ പിന്നെ ഏതായാലും ഓക്കെ, ഷെയറാട്ടെ, എല്ലാം ഷെയറാട്ടെ. ഇതുപോലത്തെ വർക്ക് ചെയ്യാനും അതുപോലെ ബ്രിക്സ്, നല്ല ക്വാളിറ്റി ഉള്ള ബ്രിക്സ്, ഇതിപ്പോ നമ്മളെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാറ്ററൈറ്റ് സോയിൽ മണ്ണുപയോഗിച്ച് ഉണ്ടാക്കുന്ന ബ്രിക്സ് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ബ്രിക്സ് ആവശ്യമുള്ള ആളുകൾ എംബ്രിക്ക് കൊണ്ട് എന്തെങ്കിലും നിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നല്ല എംബ്രിക്ക് വേണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടാം. നിങ്ങളെ സൈറ്റ് എവിടെയാണെങ്കിലും ഞങ്ങൾ പിന്നെ എംബ്രിക്ക് അവിടെ എത്തിച്ച് തരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.